തിരുവനന്തപുരം ലൈറ്റ് മെട്രോയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ പ്രതീക്ഷയിലാണ് തലസ്ഥാനം. KMRL MD ലോക്നാഥ് ബെഹ്റ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. തലസ്ഥാനത്ത് ലൈറ്റ് മെട്രോ വരുന്നു, അത് വലിയ പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, കൊച്ചിയിലേതുപോലെയല്ല, കുറച്ചുകൂടി കാമായിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴായിരിക്കും ഇതിൻ്റെ DPR തയ്യാറാക്കുക? എത്ര വേഗം നടപടികളിലേക്ക് കടക്കുമെന്നാണ്? നഗരയാത്രയ്ക്ക് വലിയ വേഗതയിലേക്ക് കടക്കുകയാണ് തലസ്ഥാനവും. ലൈറ്റ് മെട്രോ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായെന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് അവിടെ കുറച്ചുകൂടി സുഗമമാകും ഗതാഗതം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. നമ്മളോടൊപ്പം ചേരുന്നുണ്ട് KMRLന്റെ MD ലോക്നാഥ് ബെഹ്റ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. തലസ്ഥാനം വലിയ പ്രതീക്ഷയിലാണ്. തലസ്ഥാനം കുറച്ചുകൂടി സുഗമമായിട്ടുള്ള യാത്ര തലസ്ഥാനം അർഹിക്കുന്നതുമാണ്. എപ്പോഴാണ് DPR ഉൾപ്പെടെ തയ്യാറാക്കുന്ന, ഇല്ലെങ്കിൽ മെട്രോയുടെ പണികളിലേക്ക്, നടപടികളിലേക്ക് കടക്കുന്നത്? എത്ര വേഗം തലസ്ഥാനത്ത് അത് യാഥാർത്ഥ്യമാകും? മാഡം, ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള DPR ഈ അലൈൻമെന്റിലെ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഉള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി അമെൻഡ്മെന്റ് കൊണ്ടുവരണം. DMRCക്ക് അത് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ DMRCയുടെ MD ആയിട്ട് ഞാൻ ഡൽഹിയിലുള്ളത് കൊണ്ട് ഞാൻ നേരെ സംസാരിച്ചു. അദ്ദേഹം എത്ര പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അഷ്വറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1.5 മാസം അകത്തെ തീരും. എനിക്ക് എൻ്റെ പ്രത്യേക അതിന് മുമ്പ് ചിലപ്പോൾ തീരും. അപ്പോൾ അതിനുശേഷമായി DPR ഞങ്ങൾ ഫൈനൽ DPR ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കും. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയ ശേഷം ആ അപ്രൂവൽ സഹിതം നമുക്ക് സെൻട്രൽ ക്യാബിനറ്റിലേക്ക് അയക്കണം. സെൻട്രൽ ക്യാബിനറ്റ് അത് ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ അതിൽ അനുവാദം നമുക്ക് കിട്ടും. അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ പ്രൊസീജിയർ. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത് കിട്ടിയ ശേഷം നമുക്ക് പണി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പെൻഡിങ് നമുക്ക് കിടക്കാം. കാരണം ആ സമയത്തെ ഫൈനാൻഷ്യൽ മോഡൽ എന്താവും, ചിലവ് 99% ഇക്വിറ്റി മോഡൽ ആവും. ഇക്വിറ്റി മോഡൽ മീൻസ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് 20%, സെൻട്രൽ ഗവൺമെന്റ് 20%, 60% നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടി വരും. നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് സർ? മാഡം, ഇതൊരു ബെഞ്ച്മാർക്കിംഗ് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് പ്രകാരം 1 കിലോമീറ്റർ നമുക്ക് എലിവേറ്റഡ് മെട്രോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 crores 250 കോടി രൂപ നമുക്ക് വേണം. ദാറ്റ് മീൻസ് 250 crores ഇത് 31 കിലോമീറ്റേഴ്സ് ആണ്. 31 കിലോമീറ്റേഴ്സ് ഒരു 7,750 crores, ഓൾമോസ്റ്റ് 8,000 crores വേണ്ടി വരും. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു 10% കുറക്കാൻ സാധ്യത ഉണ്ടോ? ഇപ്പോൾ ടെക്നോളജി വളരെ ഇംപ്രൂവ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ ചെലവും ചിലപ്പോൾ കുറയും ട്രിവാൻഡ്രമിലെ. ഓക്കെ, അതിന്റെ വിഹിതം എങ്ങനെയായിരിക്കും? അതായത് സംസ്ഥാനം എത്ര, കേന്ദ്രം എത്ര എന്നുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് 20%, സ്റ്റേറ്റ് ഗവൺമെന്റ് 20%, 60% നമുക്ക് ഒരു ലോൺ എടുക്കണം. ഓക്കെ, ഇത് കൊച്ചി മെട്രോയുടെ അതേ മാതൃകയിൽ തന്നെ ആയിരിക്കുമോ നിർമ്മാണം? അതെ, സെയിം തന്നെയാണ്. ആക്ച്വലി സെയിം സൈസ്, സെയിം ടൈപ്പ് ആണ്. പക്ഷെ ഇതിലിപ്പോ കുറച്ചുകൂടി ബെറ്റർ ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ബെറ്റർ ആക്കാം. പിന്നെ കുറച്ചുകൂടി ഡിജിറ്റൽ ഇന്റർഫേസ് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാൻ സാധിക്കും. ചില പ്ലാറ്റ്ഫോം ഡോർസ് മറ്റേ കാര്യങ്ങൾ കുറെ ഇപ്പോ പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് മെട്രോയില്. അപ്പോൾ അത് വളരെ പാസഞ്ചർ സേഫ്റ്റിക്ക് വേണ്ടി, IT സെക്യൂരിറ്റിക്ക് വേണ്ടി, പിന്നെ പല കാര്യങ്ങളിൽ ഉണ്ട്, ഡിജിറ്റൽ ടിക്കറ്റിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് Trivandrum metro will be a little better than Kochi metro.
പക്ഷെ സെയിം സൈസ് സെയിം തന്നെ ആയിരിക്കും. 3 കമ്പാർട്ട്മെന്റ് ഉള്ള ട്രെയിൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ തേർഡ് റെയിൽ മീൻസ് സൈഡിൽ നിന്നും ഇലക്ട്രിസിറ്റി, മേളിൽ നിന്നും അല്ല ഡൽഹി പോലെ. അങ്ങനെ കുറെ കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഈ കേന്ദ്രാനുമതിക്ക് ശേഷമേ പണി ആരംഭിക്കുകയുള്ളൂ എങ്കിൽ പോലും ആ നിർമ്മാണം എത്ര ടൈമാണ് അതിന് കണക്കാക്കുന്നത്? ഞങ്ങളുടെ ആക്ച്വലി കണക്ക് പ്രകാരം 30 months ടൈം വേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ 30 months നമുക്ക് 31 കിലോമീറ്റർ പൂർത്തിയാക്കാം. അതാണോ ആക്ച്വലി ഇപ്പുറത്തോ ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചില സമയത്ത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നാല് ചെറിയ 1-2 മാസം അങ്ങനെ ഡിലേ ആവും. ഇത് ഇപ്പോൾ നിലവിൽ എത്ര കിലോമീറ്റർ എന്നുള്ളതാണ്? ഏതൊക്കെ കണക്ട് ചെയ്യും? വാട്ടർ സിറ്റിയിലേക്ക് പോകുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ലെങ്കിൽ പിന്നീട് കൊച്ചിയിൽ ചെയ്തതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള പ്ലാൻ ആണോ? അതെ മാഡം, ഇതാണ് ഫസ്റ്റ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസിൽ 31 കിലോമീറ്റേഴ്സ് പാപ്പനക്കോട് നിന്നും ഇഞ്ചക്കൽ വരെ. അപ്പോ അതിലെ ഈ ടെക്നോ പാർക്ക് ഈ കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ടോ? മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക്, എല്ലാ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ, തമ്പന്നൂർ എല്ലാ അതിൽ തന്നെ ഉണ്ടോ? പക്ഷേ അതിലെ സെക്കൻഡ് ഫേജ് 2 ഭാഗമാക്കിയിട്ടുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വർദ്ധിക്കാൻ ടെക്നോ സിറ്റി വരെ പോവാം. പിന്നെ വേറെ ഒരു ലൈനിക്ക് നമുക്ക് വിരിഞ്ഞം വരെ കൊണ്ടുപോവാം. അങ്ങനെ ഒരു സെക്കൻഡ് പേജിലുണ്ടോ? അതോ സ്ലോലി ചെയ്യാൻ വേണ്ടി ഒരു കൊച്ചി പോലെ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് ഇങ്ങനെ ചെയ്യാം ഞങ്ങൾ ആ പ്ലാൻ വച്ചിരിക്കുക. യെസ്, ഇതിൽ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ അവസ്ഥയൊക്കെ പരിഗണിക്കുമ്പോൾ സാർ പറഞ്ഞ ആ റൂട്ട് എന്ന് പറയുമ്പോൾ കടലിനോട് ചേർന്നിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കറിയാം നേരത്തെ തന്നെ അവിടെ ബൈപ്പാസ് നിർമ്മാണവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ, പ്രതിഷേധങ്ങളൊക്കെ നാട്ടുകാർ ഉയർത്തിയ ഒരു ഏരിയ കൂടിയാണ്, ഇല്ലെങ്കിൽ ആ ഒരു ലൈൻ കൂടിയാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ, ചലഞ്ചസ് ഇനിയിപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഫസ്റ്റ് പേജിലെ ഒരു പ്രശ്നം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. സെക്കൻഡ് പേജിലെ ഡീറ്റെയിൽ സ്റ്റഡി ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു സാങ്കേതികമായിട്ട് ഒരു ടെക്നിക്കലി ഇത് ഫീസിബിൾ ആണ് നമുക്കറിയാം. പിന്നെ അതിനുശേഷം ആക്ച്വലി ആ ഡീറ്റെയിൽ സ്റ്റഡി ചെയ്ത ശേഷം ഈ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സോഷ്യൽ പ്രശ്നങ്ങൾ, ഇക്കണോമിക് പ്രശ്നങ്ങൾ, ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്താ ഉണ്ടാകും, ആ സമയത്ത് കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പോൾ വളരെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് ആണ് 31 കിലോമീറ്റേഴ്സ് എത്ര പെട്ടെന്ന് 27 സ്റ്റേഷൻസ് ഉണ്ടാകും. ഇത് എത്ര പെട്ടെന്ന് തീർക്കണം. അത് എലിവേറ്റഡ് ആയിരിക്കും, അണ്ടർഗ്രൗണ്ട് അല്ല. യെസ്, ഇതിലിപ്പം നമുക്കറിയാം കൊച്ചി എത്രത്തോളം സക്സസ് ആയോ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും അത് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇതിന്റെ മറ്റ് സൗകര്യങ്ങൾ, ഇപ്പൊ മെട്രോ വരും, സ്വാഭാവികമായിട്ടും അതിന്റെ പാർക്കിംഗ്, അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? എല്ലാ സ്റ്റേഷനിലും പാർക്കിംഗ് എന്നുള്ളത് ഉറപ്പ് നൽകുന്നുണ്ടോ? ഞങ്ങളെ പിന്നെ ഇപ്പോ സ്റ്റേഷനുകളിലെ കൊച്ചിയിലെ ഇപ്പോൾ 25 സ്റ്റേഷനിലെ 16 സ്റ്റേഷനിലെ മാത്രം ഈ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ശ്രമിക്കും ട്രിവാൻഡ്രം സിറ്റിയിലെ ചെയ്യാൻ സമയത്ത് എല്ലാ സ്റ്റേഷനിലെ അറ്റ്ലീസ്റ്റ് പാർക്കിംഗ് സൗകര്യം വേണം. ചില സ്ഥലങ്ങളിലെ ചില പാർക്കിംഗ് ഏരിയ സപ്പോസ് നമുക്ക് അത്ര കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നമ്മുടെ പ്രൊജക്ട് ചെയ്യാൻ സമയത്ത് തന്നെ ആലോചിച്ചിട്ട് ചെയ്യണം. കാരണം പാർക്കിംഗ് ഇല്ലെങ്കിൽ മെട്രോ സക്സസ്ഫുൾ ആവില്ല. ഓക്കെ, ഈ 2.5 വർഷത്തെ നിർമ്മാണം താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പം അത്രയും സമയത്തെ, അതായത് ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തിന്റെ ഒരു ആ 20% എന്ന് സാർ പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് ഏത് തരത്തിലായിരിക്കും അത് ഇടയാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള കമന്റ്സ് പോലും ഇതിന് വരുന്നുണ്ട്. മാത്രവുമല്ല ഭരണം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ രീതിയിൽ പൊളിറ്റിക്കലി വലിയ വിമർശനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് കുറച്ചുകൂടി ബോധ്യപ്പെടുത്തുക ആളുകളെയും, ഒപ്പം തന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളെ, പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക? അല്ല, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലെ അങ്ങനെ ഒരു വിമർശം മറ്റേ കാര്യങ്ങളും വരില്ല. കാരണം എല്ലാവർക്കും അത് ആവശ്യമുള്ള ഒരു സാധനമാണ്. എല്ലാവരും ഒരു അതിലൊരു പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് തോന്നിയില്ല. പക്ഷെ സാമ്പത്തിക പ്രശ്നത്തിലെ, കാരണം ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ അപ്രൂവ് ചെയ്തത് കൊണ്ട് ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. നമുക്ക് അത് ആക്ച്വലി ഗവൺമെന്റ് ഡെഫിനായിട്ട് ഏതെങ്കിലും രീതിയിൽ പണം കണ്ടുപിടിച്ചോളൂ. കാരണം ഇതിലെ ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രയോറിറ്റി പ്രൊജക്റ്റ് ആയിട്ട് വരും. എനിക്ക് ആ പ്രത്യാശയാണ് എനിക്ക് ഉണ്ട്.
യെസ്, ഈ വിഴിഞ്ഞം വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ തലസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ വിഴിഞ്ഞത്തേക്ക് ഇത് കണക്ട് ചെയ്യുന്നില്ല. അത് സമീപം ഇപ്പം ഈ 2.5 years കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം അടുത്തത് വിഴിഞ്ഞമായിരിക്കുമോ? അതിനെക്കുറിച്ച് ആലോചനയുണ്ടോ? മാഡം, ഈ മെട്രോ റെയിലിലെ സ്ഥലയുടെ പ്രാധാന്യം ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ ഫുട്ഫോളുടെ ഒരു ഡേറ്റ നമുക്ക് മാത്രം കംപ്ലീറ്റ് അത് റെഷണലൈസ് ചെയ്ത ശേഷം മാത്രം അനുമതി കിട്ടും. ഞങ്ങൾ മാത്രമേ വിഴിഞ്ഞം ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണോ അത് കണക്ട് ചെയ്താലേ ശരിയാകും. അങ്ങനെ ഒരു ക്യാബിനറ്റ്, സെൻട്രൽ ക്യാബിനറ്റ്, സ്റ്റേറ്റ് ക്യാബിനറ്റ് നമുക്ക് ആ രീതിയിൽ പോകാൻ പറ്റില്ല. കാരണം അതിൽ കുറച്ചുകൂടി ഒരു മാനദണ്ഡങ്ങളുണ്ടോ, എത്ര ആൾക്കാരെ ഈ ഡയറക്ഷനിൽ എത്ര ആൾ ഉപയോഗിക്കും, അതാണ്. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രമിലെ ഞങ്ങളിപ്പോൾ അപ്പോൾ സ്റ്റഡിയിലെ നമുക്ക് മനസ്സിലായി 15,000 ആൾക്കാരെ ഒരു മണിക്കൂർ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. അതുകൊണ്ട് ഇത് കൺവെൻഷണൽ മെട്രോ വന്നു. അതുകൊണ്ട് വിഴിഞ്ഞംക്ക് പ്ലാൻ ചെയ്ത ശേഷം ഫുട്ഫോളുടെ ഡേറ്റ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, മറ്റൊന്ന് ഇപ്പം കൊച്ചിയെ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി ഭയങ്കര സക്സസ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് നമുക്കറിയാം. അതിൽ നിന്ന് ആളുകൾക്ക് കുറച്ചുകൂടി അതിൽ മോചനം ലഭിച്ച ഒരു അവസ്ഥ കൂടി മെട്രോക്കാരന് ഉണ്ടായിട്ടുണ്ട്. ആ റഷ് ഇല്ലെങ്കിൽ അത്ര തന്നെ യാത്രക്കാരെ ട്രിവാൻഡ്രത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ട്രിവാൻഡ്രത്ത് പ്രത്യേകിച്ച് കുറച്ചുകൂടി അപ്പോൾ ട്രിവാൻഡ്രം സിറ്റി ഓഫ് ഓഫീസേഴ്സ് ആണല്ലോ. എല്ലാ ഇമ്പോർട്ടൻ്റ് ഓഫീസേഴ്സ് അവിടെ തന്നെ ഉണ്ടോ. സാധാരണ ജീവനക്കാർക്ക് ഈ മെട്രോ വളരെ ഒരു യൂസ്ഫുൾ ആവും, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചി പോലെ ആക്ച്വലി ആൾക്കാരെ ഇവിടെ ഒത്തിരി കൂടുതൽ ആൾക്കാരെ, സാധാരണ ആൾക്കാരെ മെട്രോ ഉപയോഗിക്കും. യെസ്, മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് സർ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഇപ്പോൾ കൊച്ചി വന്നു, തലസ്ഥാനം വന്നു, മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റി കോഴിക്കോടാണ്, അങ്ങനെ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആലോചനകൾ ജില്ലകളിലെ മാഡം ആ മാനദണ്ഡ പ്രകാരം അത് ആക്ച്വലി സാധിക്കില്ല. കോഴിക്കോട് ഇപ്പോൾ ബോർഡർ ലൈൻ കേസാണ്. പക്ഷേ കോഴിക്കോടിൽ ചെയ്യാം. കോഴിക്കോടിൽ ഞങ്ങൾ ഒരു കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ. ഒരു 18 കിലോമീറ്റർ ഉള്ള ഒരു കോറിഡോർ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ. അതിനെ ആക്ച്വലി ഈ ട്രിവാൻഡ്രമുടെ കാര്യശേഷം കോഴിക്കോടിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോടിലെ കുറച്ചുകൂടി പഠനം വേണം. അത് നമുക്ക് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അപ്പോൾ റിപ്പോർട്ട് ഞങ്ങൾ അയക്കും. യെസ്, ഇപ്പൊ ഇപ്പൊ നേരത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു, അത്തരത്തിലുള്ള ചലഞ്ചസ് ഒന്നും ഇല്ല എന്ന്. പക്ഷെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലവിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടാണോ നടക്കുന്നത്? ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാരിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എപ്പോഴാണ് എത്തുന്നത്? അല്ല, ലാൻഡ് അക്വിസിഷൻ എല്ലാ സമയത്തെ ഒരു ചാലഞ്ചാണ്. എവിടെയെങ്കിലും ഇന്ത്യയിലെ എവിടെയെങ്കിലും പോയാലും ലാൻഡ് അക്വിസിഷൻ ഒരു വളരെ ഒരു ചാലഞ്ചാണ്. പക്ഷേ ഈ നമ്മുടെ കൊച്ചിയിലെ എല്ലാ ചാലഞ്ചുകൾക്ക് ഞങ്ങൾ ശരിയാക്കി. പിന്നെ അതിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ സമയത്ത് കുറച്ച് ലിറ്റിഗേഷൻസ് പരാതി മറ്റേക്കാൾ വരും. പക്ഷെ ബോധ്യപ്പെടുത്താൻ ശേഷം അവർക്ക് ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ ആ രീതിയിൽ ശേഷം പിന്നെ കോമ്പൻസേഷൻ നല്ല കോമ്പൻസേഷൻ ആണ്. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഓപ്റ്റിമിസം എടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ട്രിവാൻഡ്രമിലെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ സ്ഥലങ്ങളിലെ ചെറിയ ഒരു മെഡിക്കൽ കോളേജ് ഏരിയ, മറ്റേ ശ്രീകാര്യമിലെ ചെറിയ പ്രശ്നങ്ങൾ ചെല്ലപ്പൽ ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ശരി, വളരെ വളരെ നന്ദി ശ്രീ ലോക്നാഥ് ബെഹ്റ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു.